ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. ഇപ്പൊ നമ്മളുടെ ഡ്രൈവിംഗ് എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ എല്ലാ സമയത്തും നമ്മൾ പറയുന്നതാണ് നാലാമത്തെ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് പെനാൾട്ടീസ്, ഒഫൻസസ്. ആ ഭാഗം വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു നാലാമത്തെ സെക്ഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ ആ നാലാമത്തെ മൊഡ്യൂളിൽ കുറേ അധികം സെക്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ആ സെക്ഷൻസിലെ ഒരു 2 സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 183 184 മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 183 സെക്ഷൻ 184. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ കുറച്ച് സെക്ഷൻസിൽ 180 മുതൽ പറയുന്ന സെക്ഷൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. 180 മുതൽ പറയുന്ന സെക്ഷൻസ് നിങ്ങൾ എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. 183 മുതൽ പറയുന്ന സാധനങ്ങൾ 183, അതേപോലെ തന്നെ 184, 185 ഇങ്ങനെ പോയിട്ട് ഒരു അറൗണ്ട് 192 വരെ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിട്ട് ചോദിക്കാറുണ്ട്. ഇതിൽ സെക്ഷൻസ് പഠിക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന കൂടെ തന്നെ അതിലൊരു സബ് സെക്ഷൻസ് കൂടി വരുന്നുണ്ടാവും അകത്ത്. അപ്പൊ ആ സബ് സെക്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആക്കിയിട്ട് തന്നെ പഠിക്കുക. സോ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 183 184 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് 183 എന്നുള്ളത് നോക്കാം. സെക്ഷൻ 183, ഡ്രൈവിംഗ് അറ്റ് എക്സസീവ് സ്പീഡ്. ഡ്രൈവിംഗ് അറ്റ് എക്സസീവ് സ്പീഡ് എന്ന് പറയുന്നത് അമിതമായ വേഗതയിൽ വാഹനം ഓടിക്കുക. നമുക്ക് ആ സംഭവം സിമ്പിൾ ആയിട്ടൊന്ന് പറയാം, അതിനുശേഷം നമുക്ക് അടുത്ത നോട്ട്സ് കാര്യങ്ങൾ നോക്കിയിട്ട് പറയാം. എന്താണ് പറയുന്നത്? ഓരോ വാഹനങ്ങൾക്കും ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ ഓരോ റോഡുകൾക്കും ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടായിരിക്കും. ചില സന്ദർഭങ്ങളിൽ ചില റോഡുകളിൽ ഒരു നിശ്ചിത സ്പീഡ് വരെ അതിനെ ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ ആ 3 കാര്യങ്ങൾ കവിഞ്ഞ് ഒരു കാരണവശാലും വാഹനം ഓടിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഡ്രൈവിംഗ് അറ്റ് എക്സസീവ് സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഓരോരോ പോയിന്റ് ആയിട്ട് നോക്കാം. അതിൽ ഒന്നാമത്തെ സബ്സെക്ഷൻ നോക്കാം. സെക്ഷൻ 112 പരാമർശിച്ചിരിക്കുന്ന വേഗതാ പരിധികൾ ലംഘിച്ച് അയാൾ ജോലി ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ അവന്റെ നിയന്ത്രണത്തിൽ ആരെങ്കിലും മോട്ടോർ വാഹനം ഓടിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരായാലും താഴെ പറയുന്ന രീതിയിൽ ശിക്ഷാർഹമായിരിക്കും. സെക്ഷൻ 112 നമ്മൾ ഒരു സെന്റൻസ് മൊത്തം ഒന്നും കാണാതെ നിങ്ങൾ ഒരിക്കലും പഠിക്കണ്ട. നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, അതിലെ വാല്യൂസ് മനസ്സിലാക്കി വെക്കുക. സെക്ഷൻ 112 എന്ന് പറഞ്ഞല്ലോ, സെക്ഷൻ 112 പറഞ്ഞല്ലോ. ഈ സെക്ഷൻ 112 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അതിന് ഉറപ്പിക്കാൻ പറ്റും. എന്താണ്? ഈ 112 നമ്മളുടെ എക്സസ് സ്പീഡുമായി ബന്ധപ്പെട്ട ലിമിറ്റ് ഓഫ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് പറയുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. 112 സെക്ഷൻ പ്രകാരമുള്ള വേഗതാ പരിധികൾ ലംഘിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ 153 വരുന്നതിന് മുന്നോടിയായിട്ട് 112 കൂടി നമ്മളൊന്ന് പഠിച്ചിരിക്കണം. 112 ലിമിറ്റ് ഓഫ് സ്പീഡ് ആണ്. ഓരോ വാഹനത്തിന്റെ സ്പീഡ്, ഓരോ ടൈപ്പ് ഓഫ് റോഡുകളുടെ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇതിന്റെ ഓൾറെഡി സ്പീഡിന്റെ വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇനി അതില് ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് ശിക്ഷാർഹമായിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ശിക്ഷാർഹമായിരിക്കുന്നത് നോക്കാം. അത്തരം മോട്ടോർ വാഹനം ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ അത് 1000 രൂപയിൽ കുറയാത്തതും എന്നാൽ 2000 രൂപ വരെ നീണ്ടേക്കാവുന്നതുമായ പിഴ. അതായത് നമ്മൾ ഒരു LMV ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ 1000 മുതൽ 2000 രൂപ വരെ ആയിരിക്കും അതിന്റെ ഫൈൻ വരിക. ഓവർ സ്പീഡിങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, 1000 മുതൽ 2000 രൂപ. എക്സസീവ് സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ 1000 മുതൽ 2000 രൂപ വരെയാണ് അതിന്റെ ഫൈൻ വരിക. ഏത് ടൈപ്പ് വാഹനങ്ങൾക്ക്? LMV വാഹനങ്ങൾക്ക്. ഇനി അത് മാറി അടുത്ത് അത്തരം മോട്ടോർ വാഹനങ്ങൾ ഒരു ഇടത്തരം വാഹനമോ, ഇടത്തരം ചരക്ക് വാഹനമോ, ഇടത്തരം പാസഞ്ചർ വാഹനമോ, ഹെവി ഗുഡ്സ് വാഹനമോ, ഹെവി പാസഞ്ചർ വാഹനമോ ആണെങ്കിൽ 2000 രൂപയിൽ കുറയാത്തതും 4000 രൂപ വരെ നീണ്ടേക്കാവുന്ന പിഴ. അല്ലെ, ഈ 2 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് സെന്റൻസ് ആയിട്ട് വേണ്ട, നമുക്ക് ഒറ്റ പോയിന്റ് ആയിട്ട് തന്നെ നമുക്ക് അതിനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഴുതി വെക്കാം. എങ്ങനെ എഴുതി വെക്കാം? നമ്മൾ എങ്ങനെ എഴുതി വെക്കേണ്ടത്? നമ്മൾ നോട്ടൊക്കെ എഴുതിയാണ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ എഴുതി വെക്കണം? സിമ്പിൾ ആയിട്ട് എഴുതിച്ചാൽ മതി. സെക്ഷൻ 183 അല്ലെ, എക്സസീവ് ഓഫ് സ്പീഡ് എന്ന് എഴുതുക, അല്ലെങ്കിൽ അമിത വേഗത അല്ലെ, എക്സസീവ് ഓഫ് സ്പീഡ് എന്നുള്ള രീതിയിൽ തന്നെ എഴുതി വെക്കുക. മലയാളത്തിൽ എഴുതാട്ടോ, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എഴുതിക്കോ, എക്സസീവ് സ്പീഡ്. ഇനി അത് നമുക്ക് അറിയാലോ 153 സ്പീഡാണ്. ഇനി അടുത്ത് എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ LMV ആണെങ്കിൽ, LMV ആണെന്നുണ്ടെങ്കിൽ 1000 രൂപ മുതൽ 2000 രൂപ വരെ വരുന്ന ഫൈന്. ഇനി അതേപോലെ തന്നെ MMV, ഇടത്തരം വാഹനം എന്ന് പറയുമ്പോൾ മീഡിയം മോട്ടോർ വെഹിക്കിൾ അല്ലെ, മീഡിയം മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ HMV ആണെങ്കിൽ, ഹെവി മോട്ടോർ വെഹിക്കിൾ ആണെങ്കിൽ
അത് പാസഞ്ചർ ആകാം, ഗുഡ്സ് ആകാം. അത് പ്രത്യേകം പറയണം. നമുക്ക് ഇവിടെ ആണെങ്കിൽ മീഡിയം മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ, മീഡിയം മോട്ടോർ ഗുഡ്സ് വെഹിക്കിൾ, ഹെവി മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ, ഹെവി മോട്ടോർ ഗുഡ്സ് വെഹിക്കിൾ എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി HMV എഴുതുന്നു. ഇതിനെത്ര 2000 രൂപ മുതൽ 4000 രൂപ വരെ ആയിരിക്കും അതിന്റെ ഫൈൻ. ഇങ്ങനെ എഴുതിയാൽ മതി. ഇത്ര സിമ്പിൾ. ഇത്ര കാര്യം മാത്രം നമ്മൾ നമ്മുടെ ബുക്കിൽ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്താൽ മതി. കാരണം സെന്റൻസ് ആയിട്ടൊന്നും മാർക്ക് ചെയ്യണ്ട. നമുക്ക് അതോടുകൂടി തന്നെ മനസ്സിലാവും എത്രയാണ് ഫൈൻ വരുന്നത്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. LMV ആണെങ്കിൽ 1000 മുതൽ 2000 രൂപ വരെയും, 1000 മുതൽ 2000 രൂപ വരെ ഫൈൻ ഇടാം. ഹെവിയോ അല്ലെങ്കിൽ മീഡിയം മോട്ടോർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ 2000 മുതൽ 4000 രൂപ വരെ ആയിരിക്കും അതിന്റെ ഫൈൻ ആയിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത് ഇതിന്റെ കൂടെ തന്നെ മൂന്നാമത് പറഞ്ഞിട്ടുണ്ട്, ഈ ഉപവകുപ്പിന് കീഴിലുള്ള രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള ഏതെങ്കിലും കുറ്റകൃത്യത്തിന് വകുപ്പ് 206 ഉപവകുപ്പ് 4 വ്യവസ്ഥകൾ അനുസരിച്ച് അത്തരം ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കും. അല്ലെ? സെക്ഷൻ 206 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ രേഖകൾ പിടിച്ചെടുക്കാനുള്ള അധികാരമാണ് പറയുന്നത്. ആ അധികാരം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. രേഖകൾ പിടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ലൈസൻസ് പിടിച്ചെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്, വാഹനം ഇങ്ങനെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതാണ് 183 പറയുന്നത്. സിമ്പിൾ സെക്ഷൻ ആണ്. ആ ഫൈനിന്റെ എമൗണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക, രേഖകൾ പിടിച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഫൈൻ മാത്രമല്ല ചോദിക്കുക, അത് ലൈസൻസ് പിടിച്ചെടുക്കാൻ പറ്റുന്ന വകുപ്പുകൾ ഏതൊക്കെ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഒരു ഓപ്ഷൻ ആയിട്ട് 183 വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഭാഗത്തോട്ടും ലിങ്ക് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഞാൻ നെക്സ്റ്റ് 184 പോവാണ്. ഡ്രൈവിംഗ് ഡേഞ്ചറസ്ലി. ഡേഞ്ചറസ് ആയിട്ട് എന്ത് ചെയ്യുക? വാഹനം ഓടിക്കുക. എന്താണ്? അപകടകരമായിട്ട്, സുരക്ഷിതമല്ലാത്ത രീതിയിൽ അപകടകരമായി വാഹനം ഓടിക്കുന്നതാണ് 184 എന്നുള്ള സെക്ഷൻ പറയുന്നത്. ഇത് നമുക്ക് കുറച്ചൊരു വലിയ സെക്ഷൻ ആണെന്ന് പറയാം. സബ് സെക്ഷൻ പോലെ തന്നെ അതിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. വാഹനം ഓടിക്കുന്നത് എന്തൊക്കെയാണ്? അപകടകരമായി വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഓടിച്ചാലാണ് അത് അപകടകരമാകുക എന്നുള്ളത് കൂടി നമുക്ക് അറിയണ്ടേ. ആ കാര്യങ്ങൾ കൂടി ഇതിൽ എന്ത് പറയുന്നുണ്ട്? ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയൊക്കെ ഓടിക്കുമ്പോഴാണ് അതൊരു അപകടകരമായ ഡ്രൈവിംഗ് ആയി മാറുന്നത് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ഇപ്പൊ നോക്കാം എന്താണ്. വേഗതയിലോ പൊതുജനങ്ങൾക്ക് അപകടകരമായ രീതിയിലോ വാഹനം ഓടിക്കുന്നവർ വാഹന യാത്രക്കാർക്കും മറ്റു റോഡ് ഉപയോക്താക്കൾക്കും റോഡിന് സമീപമുള്ള ആളുകൾക്കും എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ആശങ്കയോ അസ്വസ്ഥയോ ഉണ്ടാക്കുന്നു. വാഹനം ഓടിക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവം, അവസ്ഥ, ഉപയോഗം എന്നിവയുടെ യഥാർത്ഥത്തിൽ ആ സമയത്തുണ്ടാവുന്ന ട്രാഫിക്കിന്റെ അളവും അല്ലെങ്കിൽ ആ സ്ഥലത്തുണ്ടാകുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാവുന്ന ഉൾപ്പെടുന്ന ആ കേസ്, ആ കുറ്റകൃത്യത്തിന് തടവ് ശിക്ഷയോടുകൂടി ശിക്ഷിക്കപ്പെടും. അല്ലെ? അപ്പൊ എന്താണ് പറയുന്നത്? ഡ്രൈവിംഗ് ഡേഞ്ചറസ്ലി. ഫസ്റ്റ് എന്താണ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്? ആ വാഹനത്തിൽ ഇരിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ആ വാഹനം പോകുന്നുണ്ടാകുന്ന റോഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്കോ അവർക്ക് ആർക്കെങ്കിലും അപകടം ഉണ്ടാവുന്ന രീതിയിൽ ഓടിച്ചാൽ അതൊക്കെ തന്നെ എന്തെങ്കിലും സെക്ഷൻ 184 പരിധിയിൽ വരും, ഡേഞ്ചറസ് ഡ്രൈവിംഗിന്റെ കേസിൽ വരും. ക്ലിയർ ആണല്ലോ? അതോടൊപ്പം തന്നെ പിന്നെ അടുത്തെന്ന് പറയുന്നത് എന്താണ്? നമ്മള് ഒരു റോഡിലൂടെ, ഒരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, ഒരു റോഡിലൂടെ സ്പീഡ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് ഒരു 90 km/h ആണ്. ഇപ്പൊ നമ്മൾ ആ സ്പീഡിൽ 90 km/h സ്പീഡിൽ ആ റോഡിലൂടെ ഓടിക്കാം എന്ന് പറയുന്നത് ആ റോഡ് ക്ലിയർ ആണെങ്കിൽ, അല്ലെ? റോഡ് ഓക്കെ ആണ്, നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ആയിട്ടൊന്നുമില്ല, ട്രാഫിക് ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് അവിടെ 90 സ്പീഡ്. അപ്പൊ അവിടെ ഒരു ഹെവി ട്രാഫിക് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു 90 km ഓടിക്കുക അല്ലെങ്കിൽ ഒരു 80 ഒരു 60 km ഓടിക്കുക എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ അത് അപകടകരമായ ഡ്രൈവിംഗ് ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ, അതായത് അവിടുത്തെ ട്രാഫിക്കിന്റെ അളവനുസരിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ട്രാഫിക്കിന്റെ അവസ്ഥ അനുസരിച്ച്, അല്ലെ, അതനുസരിച്ചും അവിടെ ആ ഒരു ഇതിന് ഡ്രൈവിംഗ് ഇതാവുന്നത്. അപ്പൊ അത് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പിഴയോടുകൂടി, തടവ് ശിക്ഷയോടുകൂടി ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് എന്താ? ആദ്യ കുറ്റത്തിന് നമുക്ക് പിഴ മാത്രമല്ല തടവ് ശിക്ഷയും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ഒരു വർഷത്തേക്ക് നീട്ടാവുന്ന ഒരു കാലാവധി എന്നാൽ 6 മാസത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ 1000 രൂപയിൽ കുറയാത്തതോ പിഴ, 5000 രൂപയിൽ കുറയാത്തതോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ, അല്ലെ? അതായത് ഒരു വർഷത്തേക്ക് നീട്ടാവുന്ന കാലാവധിയുള്ള 6 മാസത്തിൽ കുറയാത്തതായിട്ടുള്ളതോ അല്ലെങ്കിൽ 1000 രൂപയിൽ കുറയാതെ 5000 രൂപ വരെ ഉള്ള ഒരു പിഴയോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടും. അതാണ് അതിന്റെ ഇത് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ഇനി നമുക്ക് അത് ജസ്റ്റ് ഒരു പോയിന്റ് ആക്കിയിട്ട് എഴുതി നോക്കാം. എന്താണ്? 6 മാസം മുതൽ തടവുണ്ട്, ഫൈനുണ്ട് എന്ന് പറഞ്ഞത്, അല്ലെ? അതായത് 6 മാസം മുതൽ എന്താവും? 1 വർഷം വരെ, അല്ലെങ്കിൽ 12 മാസം, 6 മാസം മുതൽ 1 വർഷം വരെ ആകാം. അതോടൊപ്പം തന്നെ 1000 രൂപയിൽ കുറയാത്തതോ 5000 രൂപയോ. അപ്പൊ 1000 മുതൽ 5000 രൂപ വരെ ആകാം ഡേഞ്ചറസ് ഡ്രൈവിംഗ്. ഇതാണ് അതിന്റെ ഫൈൻ. ഇല്ലെങ്കിൽ ഇത് രണ്ടുമാകാം, ബോത്ത്, ഇത് രണ്ടുമാകാം. അപ്പൊ ഇങ്ങനെയും വേണമെങ്കിൽ വരാം. അപ്പൊ അതാണ് അതിന്റെ ഫൈൻ എന്ന് പറയുന്നത്, അല്ലെ? ഇനി സമാനമായ കുറ്റകൃത്യം ചെയ്തതിന്
3 വർഷത്തിനുള്ളിൽ രണ്ടാമത്തെയോ തുടർന്നുള്ളതോ ആയ കുറ്റകൃത്യത്തിന് 2 വർഷം വരെ തടവോ 10,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കും. എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു കുറ്റകൃത്യം 3 വർഷത്തിനുള്ളിൽ സമാനമായ കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ ഒഫൻസ് റിപ്പീറ്റ് ചെയ്യാണ്. ആ ഒഫൻസ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഫ്രീക്വന്റ് പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 3 വർഷത്തേക്കാണ് അല്ലെ. 3 വർഷത്തിന്റെ ഉള്ളിലാണ് അത് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഫൈൻ എമൗണ്ട് വീണ്ടും മാറി ഇല്ലേ? പ്രിസൺ ഇതിന്റെ നമ്മളെ ഇംപ്രിസ്മെന്റിന്റെ അളവ് മാറി. 3 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ രണ്ടാമത് തുടർന്ന് കുറ്റകൃത്യമാണ് എന്നുണ്ടെങ്കിൽ 2 വർഷം വരെ തടവോ 10,000 രൂപയോ അല്ലെങ്കിൽ ഇവ രണ്ടുമാവും. അതായത് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒഫൻസ് റിപ്പീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്നു ഒഫൻസ് റിപ്പീറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ എന്തായി? 2 വർഷമായി തടവ്. 1 വർഷം എന്നുള്ളത് എന്താവും? 2 വർഷത്തേക്ക് തടവുമാകും. 5,000 രൂപ എന്നുള്ളത് ഇരട്ടിയായിട്ട് മാറും. എത്ര? 10,000 രൂപ ഫൈനുമായിട്ട് മാറും. ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? അടുത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫൈനിന്റെ കാര്യങ്ങൾ വരുന്നത്. സോ ഇതെന്ന് പറഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വിഭാഗത്തിലെ ഉദ്ദേശത്തിനായി, അതായത് നമ്മൾ ഈ ഒരു ഡ്രൈവിംഗ് ഡേഞ്ചറസ്ലി എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് ഡേഞ്ചറസ് ഡ്രൈവിംഗ് എന്ന് നോക്കണ്ടേ? എന്തൊക്കെയാണ് നോക്കണം? ഒന്നാമത്തെ, ചുവന്ന ലൈറ്റ് ചാടുന്നു, റെഡ് ലൈറ്റ് ജമ്പിങ്. അതായത് നമ്മളൊരു ട്രാഫിക് ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു സിഗ്നലിൽ അല്ലെ, ഒരു സിഗ്നൽ ജംഗ്ഷനിൽ നിൽക്കുന്ന സമയത്ത് റെഡ് ലൈറ്റ് കത്തി നിൽക്കുന്ന സമയത്ത് അത് എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. അത് ജമ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് ചെയ്ത് പോകുക. റെഡ് ആയാൽ നമുക്കറിയാലോ അവിടെ വാഹനം നിർബന്ധമായിട്ട് നിർത്താം, റെഡ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോ അവിടെ റെഡ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. ആ സമയത്ത് നമ്മൾ കുറെ സ്പീഡിൽ പോകണമെന്നൊന്നുമില്ല. റെഡ് ലൈറ്റ് ജമ്പ് ചെയ്തിട്ടുണ്ടോ എങ്കിൽ അത് ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. സെക്ഷൻ 184 പ്രകാരം കുറ്റകൃത്യമാണ്. ദെൻ ഒരു സ്റ്റോപ്പ് അടയാളം ലംഘിക്കുന്നു. ചില സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് അടയാളം, അത് സ്റ്റോപ്പ് സൈൻ ആകാം, സ്റ്റോപ്പ് ലൈറ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ട്രാഫിക് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഒരു സ്റ്റോപ്പ് സൈൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലംഘിച്ചാലും ആകാം കേട്ടോ. അടുത്ത് പറയുന്നത് ഡ്രൈവിംഗ് സമയത്ത് ഹാൻഡ് ഹെൽഡ് ആശയവിനിമയ ഉപകരണങ്ങളുടെ ഉപയോഗം. അതായത് എന്താ ഹാൻഡ് ഹെൽഡ് ആശയവിനിമയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊബൈൽ ഫോൺ, അത് കയ്യിൽ പിടിച്ച് ഉപയോഗിക്കുന്ന ടൈപ്പുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ നമുക്കറിയാലോ അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ബേസിക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏത് സെക്ഷൻ പ്രകാരമാണ് കുറ്റകൃത്യം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം 184 ആണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഫോൺ ഉപയോഗിച്ചിട്ട് വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറ്റകൃത്യം എന്ന് പറയുന്നത് സെക്ഷൻ 184 ആണ്. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, സബ് സെക്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം സബ് സെക്ഷൻസിൽ നിന്നും എന്തുണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. നമ്മൾ ചെറിയൊരു പോയിന്റ് ആണെന്ന് എഴുതിക്കാണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കും അടുത്ത എന്തായിട്ടുണ്ടാകുക ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഇതിനടുത്ത് നിയമത്തിന് വിരുദ്ധമായ രീതിയിൽ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാനോ മറികടക്കുകയോ ചെയ്യുക. അതായത് നമ്മള് ശരിയല്ലാത്ത രീതിയിലുള്ള ഓവർടേക്കിംഗ് അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും എന്താണ് ഈ റെഡ് ലൈറ്റ് ഈ ഒരു ഡേഞ്ചറസ് ഡ്രൈവിങ്ങിന് ഉദാഹരണമാണ് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് ട്രാഫിക്കിന്റെ അംഗീകൃത ഒഴുക്കിനെതിരെ ഡ്രൈവിംഗ്. അതായത് നമുക്ക് ട്രാഫിക് വാഹനം ഓടുന്നത് ഒരു വശത്തിലോട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു ഭാഗത്തോട്ട് വാഹനം എല്ലാ വാഹനവും അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ക്രോസ് ആയിട്ട് വാഹനം ഓടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ വേ ഒക്കെ തെറ്റിക്കുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഒരു ഭാഗത്തോട്ട് മാത്രം കടത്തി വിടുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ക്രോസ് വരുമല്ലോ, നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് കീപ്പ് ചെയ്ത് പോകേണ്ടത്. ചില ആളുകൾ കാണാം ഇപ്പുറത്തെ റോഡിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ ആ വശം ചാരിങ്ങേ വരും. അപ്പൊ ട്രാഫിക് അങ്ങോട്ടാണ് പോകുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പൊ അതിനെതിരെയുള്ള ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ഇതിനടുത്തത് കഴിവും ശ്രദ്ധയുമുള്ള ഒരു ഡ്രൈവർ പ്രതീക്ഷിക്കുന്നതിന് വളരെ താഴെയായി വാഹനം ഓടിക്കുന്നത് അപകടകരമാണെന്ന് സമർത്ഥനും ശ്രദ്ധയുള്ളതുമായ ഒരു ഡ്രൈവർക്ക് വ്യക്തമാകുമ്പോൾ അത് പൊതുസമൂഹത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നു. ഇപ്പൊ ഒരാൾക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും, എങ്ങനെ? കുറച്ച് അത്യാവശ്യം നല്ല എബിലിറ്റി ഉള്ള ഡ്രൈവറാണ്, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ അയാൾ എന്ത് ചെയ്യാണ്? കുറച്ച് സ്ലോ ആയിട്ട് ബാക്കിൽ വരുന്ന വാഹനങ്ങളെ, പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് ഒന്ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഓടിക്കുക. നമ്മൾ പലപ്പോഴും ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരിക്കും അല്ലെ. പല ആൾക്കാർ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുൻവൈരാഗ്യം തീർക്കുന്നുണ്ടായിരിക്കും. അതിന് മുന്നേ ചിലപ്പോൾ ഒരു ഹോൺ അടിച്ച കേസോ അല്ലെങ്കിൽ സൈഡ് കൊടുക്കാത്ത കേസൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷെ നമ്മൾ റീല് വരുന്ന സമയത്ത് ഈ മുന്നിലിട്ട് കണ്ട് എന്ത് ചെയ്യുന്നു, പിന്നിലെ ആ വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത ഒരു രീതിയിലോട്ടൊക്കെ ആക്കി മാറ്റണം. ഇതൊക്കെ എന്ന് പറയുന്നത് സെക്ഷൻ 184 വയലേഷൻ ആണ് എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ പറഞ്ഞത് 183 184 ആണ് അല്ലെ. 183 പറഞ്ഞു, അതേപോലെ തന്നെ 184 പറഞ്ഞു. അപ്പൊ ഇതിലെ സബ് സെക്ഷൻസ് ഉണ്ടല്ലോ, അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 2 സെക്ഷൻ ഇവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. അപ്പൊ ഇതിലെ ഓരോ പോയിന്റും നമുക്ക് ഓരോ ഇൻസിഡന്റ് വെച്ചിട്ട് തന്നെ പഠിക്കാം. നമുക്ക് മനസ്സിലാവുന്ന ഇൻസിഡൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും.
സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷനിലൂടെ പറയാനുള്ളത്. ഇപ്പോൾ ഡ്രൈവറിന്റെ പുതിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഡ്രൈവർ എക്സാം എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ടും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ഇതേപോലുള്ള നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.